ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, PVP സെക്രട്ടറി, പാസ്റ്റർ സെഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുലവും മധുരമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും സംരക്ഷണത്തിന് ശേഷം യൂറോപ്പിൽ ആദ്യമായി, പ്രത്യേകിച്ച് അയർലൻഡിൽ ആദ്യമായി ഞങ്ങളുടെ സംരക്ഷണത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമസ്കാരം. സ്വർഗീയവാണി വാർത്തകൾ വായിക്കുന്നത് ഞാൻ തന്നെ. പ്രധാന വാർത്തകൾ: സിറിയയിൽ നിന്നും ക്രൈസ്തവരുടെ കൂട്ടപലായനം, ആശങ്ക പ്രകടിപ്പിച്ച് സഭാ നേതൃത്വം. പശ്ചിമേഷ്യ യുദ്ധമുനയിൽ ഇറാനെതിരെ നാവിക ഉപരോധം പ്രഖ്യാപിച്ച് ട്രംപ്. ആശങ്ക അറിയിച്ച് WIPC സെക്രട്ടറി അമേരിക്കയിൽ. BBS 2026 അനുഗ്രഹീത സമാപനം വൻ വിജയമെന്ന് കോർഡിനേറ്റേഴ്സായ റിനുവും സിജോയും. അയർലൻഡ് ആൻഡ് EU റീജിയൻ 4th ആനുവൽ കൺവെൻഷൻ ഒക്ടോബറിൽ. വാർത്തകൾ വിശദമായി. സിറിയയിൽ നിന്നും ക്രൈസ്തവരുടെ കൂട്ടപലായനം, ആശങ്ക പ്രകടിപ്പിച്ച് സഭാ നേതൃത്വം. ദമസ്കസ്. ക്രൈസ്തവർ അനിയന്ത്രിതമായ രീതിയിൽ വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം നടത്തുന്നതിൽ ആശങ്ക പങ്കുവച്ച് സിറിയയിലെ ക്രൈസ്തവ നേതൃത്വം. സിറിയയിൽ ആകെ 1,70,000 ക്രൈസ്തവ കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരു നൂറ്റാണ്ടായി തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളും വിലക്കയറ്റവും അതിദാരിദ്ര്യവുമാണ് ക്രൈസ്തവരെ വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം നടത്തുവാൻ പ്രേരിപ്പിച്ചതെന്ന് വൈദികനായ ഫാദർ ബെസലിയസ് അറിയിച്ചത്. പശ്ചിമേഷ്യ യുദ്ധമുനയിൽ ഇറാനെതിരെ നാവിക ഉപരോധം പ്രഖ്യാപിച്ച് ട്രംപ്. ആശങ്ക അറിയിച്ച് WIPC സെക്രട്ടറി അമേരിക്കയിൽ. 2026 ഫെബ്രുവരി 28 അമേരിക്കയിൽ ഇസ്രയേലും കൂടി ഇറാനെതിരെ പ്രഖ്യാപിച്ച യുദ്ധം ഇപ്പോഴും തുടരുന്നു. തൽഫലമായി പശ്ചിമേഷ്യയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും അതിൻ്റെ പരിണിത ഫലങ്ങൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനിയന്ത്രിതമായ വിലക്കയറ്റം, യാത്രാ തടസ്സങ്ങൾ എന്നിവ നമ്മുടെ അനുദിന ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. WIPCയിലെ ചില വിശ്വാസികളും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് അനുഭവിക്കേണ്ടി വന്നു. നാട്ടിൽ കടന്നുപോയ പലരും തിരികെ കടന്നു വരുവാൻ കഴിയാതെ നാട്ടിലും മിഡിൽ ഈസ്റ്റിലും സ്റ്റക്കാകുവാൻ ഇടയായി തീർന്നു. ഈ പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് WIPCയിലെ സെക്രട്ടറി തൻ്റെ അമേരിക്കൻ സന്ദർശനത്തിൽ അമേരിക്കൻ പ്രസിഡന്റുമായി വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി. തന്റെ ആശങ്കകൾ ട്രംപുമായി പങ്കുവച്ചു. തൽഫലമായി താൻ അയർലൻഡിൽ തിരികെ എത്തുന്നതിന് മുമ്പ് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് 2 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. 2 ആഴ്ചയ്ക്ക് ശേഷം വെടിനിർത്തൽ ലംഘിച്ചാൽ താൻ കുടുംബമായി ട്രംപിനെ വീണ്ടും കാണുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ താൻ കുടുംബമായി പോകുന്നതിന് കൂട്ടത്തിൽ ഞാനും കൂടെ കുടുംബമായി അമേരിക്കയിൽ കടന്നു പോകുന്ന സാനുപി മാത്യു അറിയിച്ചു. BBS 2026 അനുഗ്രഹീത സമാപനം വൻ വിജയമെന്ന് കോർഡിനേറ്റേഴ്സായ റിനുവും സിജോയും. IPCWന്റെ ആഭിമുഖ്യത്തിൽ 3ാമത് BBS ഏപ്രിൽ 6 മുതൽ 9 വരെ ഗ്രീൻ ഹിൽസ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുവാനിടയായി. ഇത്തവണ 129 കുഞ്ഞുങ്ങൾ രജിസ്റ്റർ ചെയ്തതായി സംഘാടകർ അറിയിച്ചു. ഇവാഞ്ചലിസ്റ്റ് റെനി വെസ്ലി മുഖ്യ അതിഥിയായിരുന്നു. വചന പഠനം, മാജിക് ഷോ, ആക്ഷൻ സോങ്, ഗെയിംസ് എന്നിവ പ്രധാന ആകർഷണമായിരുന്നു. IPC സഭയിലെ സഹോദരി സഹോദരന്മാരുടെ നിസ്വാർത്ഥമായ സഹകരണം എല്ലാ മേഖലകളിലും ഉണ്ടായതിനാൽ ആണ് BBS ഇത്രയും വിജയപ്രദമാക്കുവാൻ ഇടയായതെന്ന് അതിൻ്റെ കോർഡിനേറ്റേഴ്സ് അറിയിച്ചു. VBS ഇപ്രാവശ്യം വ്യത്യസ്തവും ആകർഷവുമായ ഗെയിമുകളാൽ സമ്പുഷ്ടമായിരുന്നു.
വരും വർഷങ്ങളിൽ ഇതിലും വ്യത്യസ്തമായ ഗെയിമുകളുമായി ഞാൻ നിങ്ങളുടെ ഇടയിൽ കാണുമെന്ന് കുഞ്ഞുങ്ങൾക്ക് താൻ വാക്ക് കൊടുത്തുവെന്ന് ഗെയിം കോർഡിനേറ്ററായ ജോൺ ചാക്കോ അറിയിച്ചു. എന്നാൽ VBS ആരംഭിക്കുന്നതിന് മുമ്പേ റിനുവും സിജോയും അറിയിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ കൂടി ഏറ്റവും കൂടുതൽ VBS പ്ലെയേഴ്സ് റീച്ച് ആകുന്നവർക്ക് സർപ്രൈസ് ഗിഫ്റ്റ് താൻ ഓഫർ ചെയ്തിരുന്നു. എന്നാൽ അതിൻ്റെ ഫൈനൽ സെറ്റിൽമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും സമ്മാനാർഹരായവരെ എത്രയും പെട്ടെന്ന് പ്രഖ്യാപിക്കുന്നതായിരിക്കുന്നു റിനു പന്നച്ചൻ സ്വർഗീയവാണിക്ക് അനുവദിച്ച അഭിമുഖത്തിൽ അറിയിക്കുകയുണ്ടായി. ഡൺഡ്രം മാളിൽ വെച്ചാണ് അദ്ദേഹം ഈ കാര്യം അറിയിച്ചത്. അയർലൻഡ് ആൻഡ് EU റീജിയൻ 4th ആനുവൽ കൺവെൻഷൻ ഒക്ടോബറിൽ ദൈവഹിതമായ IPC അയർലൻഡ് ആൻഡ് EU റീജിയന്റെ 4th ആനുവൽ കൺവെൻഷൻ 2026 ഒക്ടോബർ 2, 3, 4 ദിവസങ്ങളിൽ ഡബ്ലിനിലെ സൈക്കോളജി കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് റീജിയൻ സെക്രട്ടറി പാസ്റ്റർ സാനു പി മാത്യു അറിയിക്കുകയുണ്ടായി. ഈ മഹായോഗത്തിന്റെ അനുഗ്രഹത്തിനായി നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും അദ്ദേഹം ക്ഷണിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും പബ്ലിസിറ്റിക്ക് യാതൊരു കുറവും വരുത്തുകയില്ലെന്ന് പബ്ലിസിറ്റി കൺവീനർ സിബി ഐസക് അറിയിച്ചു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. വേണ്ടത് ഏതായാലും നമ്മുടെ നാവിൽ ഇനി ഒറ്റ പേര്, നാവൻ ഏഷ്യൻ സ്റ്റോർ, കൗണ്ടി മേഡ് നാവൻ. എല്ലാവിധ ഏഷ്യൻ, ആഫ്രിക്കൻ, ബ്രസീലിയൻ, മെഡിറ്ററേനിയൻ ക്വാളിറ്റി ഫുഡ് പ്രൊഡക്റ്റുകളും ലഭിക്കുന്ന നാവനിലെ ഏക സ്ഥാപനം നാവൻ ഏഷ്യൻ സ്റ്റോർ, നാസ് ജംഗ്ഷൻ, നാവൻ. കൂടുതൽ വിവരങ്ങൾക്കും ഓഫറുകൾക്കും സമീപിക്കുക 08948053343. നമ്പർ ഒരിക്കൽ കൂടി 0894805347. ഒരു പ്രത്യേക അറിയിപ്പ്, ഞങ്ങൾ പുതിയതായി തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന ബേക്കറി സെക്ഷനിലേക്ക് ഒരു സെയിൽസ്മാനെ ആവശ്യമുണ്ട്. പ്രമേഹ രോഗികൾക്ക് മുൻഗണന. നാവൻ ഏഷ്യൻ സ്റ്റോർ, ഗുണമോ മെച്ചം, വിലയോ തുച്ഛം. ഒരു വിശ്വാസിയുടെ വിശ്വസ്ത സ്ഥാപനം നാവൻ ഏഷ്യൻ സ്റ്റോർ, നാസ് ജംഗ്ഷൻ. ഒരു പ്രത്യേക അറിയിപ്പ്, ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇല്ല. കുറച്ചു മുമ്പേ കിട്ടിയ ഒരു വാർത്ത, പോർട്ടലിഷിലെ സഹോദരിമാരുടെ ഒരു പുതിയ സംരംഭമായ പേഴ്സ് ബോട്ടിക്കിന്റെ സോഫ്റ്റ് ലോഞ്ച് ഇന്ന് സഭായോഗത്തിനിടയിൽ ബഹുമാനപ്പെട്ട പാസ്റ്റർ നടത്തിയുണ്ടായി. ഇവരുടെ ചെറിയ സംരംഭം വരും ദിവസങ്ങളിൽ വലിയ സംരംഭമായി വളരുവാൻ സർവ്വകൃപാലമായ ദൈവം ഇടവരുത്തട്ടെ എന്ന് സ്വർഗീയവാണിയുടെ എല്ലാവിധ ഭാവങ്ങളും നിറഞ്ഞുകൊള്ളുന്നു. സമയം ചുരുക്കത്താൽ ചില പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. IPC അയർലൻഡ് EU റീജിയൻ PAP ടാലന്റ് ടെസ്റ്റ് ജൂലൈ 11. കഴിഞ്ഞ വർഷം കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട ട്രോഫി പൂർവാധികം ശക്തിയോടെ തിരിച്ചു പിടിക്കണമെന്ന ലക്ഷ്യത്തോടെ ഗ്രൂപ്പ് സോങ് ഉൾപ്പെടെയുള്ള പ്രാക്ടീസുകൾക്ക് തുടക്കം കുറിച്ചതായി PAP സെക്രട്ടറി ബ്രദർ സാം ബാബു അറിയിച്ചു. IPC അയർലൻഡ് EU റീജിയൻ 1 ഡേ വുമൻസ് കോൺഫറൻസ് ജൂൺ 13 ഗ്രീൻ ഹിൽസ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുന്നതായി വൈസ് പ്രസിഡന്റ് ജെസി മാത്യു അറിയിച്ചു. മീറ്റിംഗിൽ മുഖ്യാതിഥിയായി സാറ കോവൂർ കടന്നു വരുന്നു. IPC ഡബ്ലിൻ സഭാംഗമായ ആൻസൺ ആൻഡ് ഫാമിലി, ബെനോ ആൻഡ് ഫാമിലിയുടെ ഹൗസ് ഡെഡിക്കേഷൻ യഥാക്രമം മാർച്ച് മാസം 14, 21 തീയതികളിൽ അനുഗ്രഹീതമായി നടന്നു. ഇനിയും വീടുകൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീടുകൾ വാങ്ങി ഡെഡിക്കേഷൻ നടത്തുവാൻ സർവ്വകൃപാലമായ ദൈവം സഹായിക്കട്ടെ. വിവാഹം. IPC ഡബ്ലിൻ മെമ്പറും തെലുങ്ക് ചർച്ചിന്റെ സജീവ സാന്നിധ്യവുമായ ബ്രദർ ഭാരത്തിന്റെ വിശുദ്ധ വിവാഹം ഏപ്രിൽ മാസം 11 തീയതി ഇന്ത്യയിൽ വെച്ച് നടക്കുവാനിടയായി. അവരുടെ കുടുംബജീവിതം ക്രിസ്തുവേശുവിൽ ധന്യമായി തീരുവാൻ നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ വഹിക്കാം. അയർലൻഡ് സീനിയർ പാസ്റ്റർ സാനു പി മാത്യുവിന്റെ അസാന്നിധ്യം നികത്താനല്ലാത്ത ഒരു വിടവായെന്ന് ഞങ്ങളുടെ തെലുങ്ക് ലേഖകൻ
അറിയിച്ചു. നിതിദേവ് പാസ്റ്റർ കെ.ഒ. വർഗീസ് PG മാസ്റ്റർ നിതിദേവ്. IPC സഭയിലെ സീനിയർ ശുശ്രൂഷകനും വിശ്വപ്രസിദ്ധമായ ക്രൈസ്തവ ഭക്തിഗാനങ്ങളുടെ രചയിതാവുമായ പാസ്റ്റർ കെ.ഒ. വർഗീസ് 93 വയസ്സ് കർത്തസഹതി. വാർദ്ധക്യ സഹജമായ അസുഖത്താൽ മാർച്ച് മാസം 19-നാണ് നിത്യതയിൽ പ്രവേശിച്ചത്. വചനം ലളിതമായും എന്നാൽ ആഴത്തിലും പഠിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സവിശേഷമായ കഴിവ് കൊണ്ടാണ് മാസ്റ്റർ എന്ന വിളിപ്പേരിനെ അദ്ദേഹത്തിനെ അനർത്ഥമാക്കിയത്. പ്രശസ്ത സുശേഷ പ്രഭാഷക സിസ്റ്റർ അന്ന കണ്ടതിൽ നിതിരെ ശാരീരിക അസുഖത്തെ തുടർന്ന് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. സംസാര ശുശ്രൂഷ മാർച്ച് മാസം 10-ാം തീയതി നടന്നു. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഈ മാസത്തെ ദശാംശവും സ്പെഷ്യൽ ഓഫറിംഗ് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസാവസാനത്തിന് മുമ്പ് തന്നെ കൊടുത്തു തീർക്കേണ്ടതെന്ന് സഭാ ട്രഷറർ സിബി തോമസ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ കിട്ടിയ വാർത്ത. ജോലിക്കും ഉപരിപഠനത്തിനും അയർലൻഡിൽ കടന്നു വരുന്നവർക്ക് ആരാധനയ്ക്കും ആത്മീയ കൂട്ടായ്മയ്ക്കും WAPCയിലേക്ക് സ്വാഗതമെന്ന് IPC സീനിയർ പാസ്റ്റർ സാനുഫി മാത്യു അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സിറിയയിൽ നിന്നും ക്രൈസ്തവരുടെ കൂട്ടപലായനം ആശങ്ക പ്രകടിപ്പിച്ച് സഭാ നേതൃത്വം. പശ്ചിമേഷ്യ യുദ്ധമുനയിൽ ഇറാനെതിരെ നാവിക ഉപരോധം പ്രഖ്യാപിച്ച് ട്രംപ് ആശങ്ക അറിയിച്ച് WAPC സെക്രട്ടറി അമേരിക്കയിൽ. VBS 2026 അനുഗ്രഹീത സമാപനം വൻ വിജയമെന്ന് അയർലൻഡ് റീജിയൻ 4th ആനുവൽ കൺവെൻഷൻ ഒക്ടോബറിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ